This news is sponsored by ആരോഗ്യം ആയുർവേദത്തിലൂടെ അശ്വിനി ആയുർവേദിക് നഴ്സിംഗ് ഹോം, കോട്ടമുറി റോഡ്, മാള. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഡെയ്സി തോമസിനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പരാതി. ഇന്ന് രാവിലെ 11 മണിക്ക് MK ജോസ് എന്നയാൾ മുഖംമൂടി ധരിച്ച് പഞ്ചായത്തിലെത്തുകയും തുടർന്ന് പ്രസിഡന്റിനെ പിന്തുടരുകയും കയ്യിൽ കടന്നു പിടിച്ച് സാരി വലിച്ചു കീറുകയും താഴേക്ക് വലിച്ചിട്ട് മാനഭംഗപ്പെടുത്തുവാനും ആക്രമിക്കുവാനും ശ്രമിച്ചുവെന്നാണ് പരാതി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ തന്റെ വീട്ടിലെത്തി അസഭ്യം പറയുകയും ലൈംഗിക ചുവയുടെ ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നുവെന്ന് പ്രസിഡന്റ് പറയുന്നു. ഇതിന്റെ പേരിൽ നിലവിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ മാള പോലീസ് അഷ്ടമിച്ചിറയിൽ വെച്ച് പിടികൂടി. എൻ്റെ ഇന്ന് വാർഡ് തല മീറ്റിംഗ്, അതായത് കുടുംബശ്രീയുടെ ADS യോഗം പഞ്ചായത്തിൻ്റെ മുകളിലെ ഹാളിൽ 11 മണിക്ക് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് CDS മെമ്പർ എന്നെ വിളിച്ചു. ഞാൻ അങ്ങോട്ട് കയറി ചെല്ലാൻ ഒരു സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ചെന്ന് അടുത്ത സ്റ്റെപ്പ് കയറാൻ ചെന്നപ്പോൾ ഇയാൾ മാസ്ക് വെച്ചൊരു നീല ഷർട്ട് ഇട്ട് താഴേക്ക് നോക്കി നിൽക്കുന്നുണ്ടായി. എന്നെ കണ്ടപ്പോൾ തന്നെ അയാൾ, എനിക്ക് ആളെ കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം ഉള്ളിൽ വന്നു, ഒരു പേടി പോലെ വന്നു. എന്നാലും ഞാൻ ധൈര്യം സംഭരിച്ച് മുകളിലത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വയ്ച്ചപ്പോൾ ഇയാൾ എന്നെ വട്ടം കയറി പിടിക്കുകയും എന്നെ, ഞാൻ കൊതറി മാറാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ സാരി വലിച്ചു കീറി എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും അതുപോലെ മാനഹാനിക്ക് ശ്രമിക്കുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൊതറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീണു. അയാളെ എനിക്ക് ഓടി താഴത്തേക്ക് പോയി. ഇത് കണ്ടുകൊണ്ട് CDS മെമ്പർ രാധാമണി സുരേഷ് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായി. അപ്പം തന്നെ സ്റ്റാഫുകളെയും അവിടെ ഉണ്ടായ എല്ലാവരെയും വിളിച്ചറിയിച്ചു. ആൾക്കാരൊക്കെ വന്നു. വൈസ് പ്രസിഡന്റും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CDS മെമ്പറായ രാധാമണി സുരേഷ് മാള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് തന്നെ അഡ്മിറ്റ് ആക്കുകയാണ് ചെയ്യുക. പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ടേ നമ്മൾ മുൻകാലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കക്ഷിയുമായിട്ട് ഒരു വിഷയം നിലനിൽക്കുക നമ്മളത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പോലീസിൽ? അത് ഇപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മാള പോലീസ് താങ്കളോട് പറഞ്ഞത്? ഞാനിപ്പോൾ സിയോട് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ തുടർച്ചയാണ് ഇതെന്ന് സി പറഞ്ഞു. അത് അന്നത്തെ കാര്യമില്ലേ, ഇന്നത്തെ ഇപ്പോൾ ഈ കാര്യം നമുക്ക് നടത്തട്ടെ എന്ന് പറഞ്ഞു. കാരണം നവംബർ 4, 2024 നവംബർ 4-ാം തീയതിയാണ് ഞാനന്ന് പരാതി കൊടുത്തത്. അന്ന് ഇയാളെയും എന്നെ വിളിച്ച് വലിയ കേസില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. അന്ന് എന്താണ് പ്രസിഡന്റിനെ പറഞ്ഞ്? അന്ന് ലൈംഗിക ചൊവ്വയുള്ള ആംഗ്യം കാണിക്കുകയും തെറി പറയുകയും അസഭ്യങ്ങൾ പറയുകയും എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കുകയാണ് ചെയ്തതാണ്. അത് നമ്മൾ ഓൾറെഡി പോലീസ് കേസുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ തന്നെയാണ് ഇപ്പോഴും ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇപ്പൊ പോലീസ് എന്താ പറയണേ? പോലീസ് ഇപ്പൊ മൊഴി എടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ. ആരോഗ്യം ആയുർവേദത്തിലൂടെ അശ്വിനി ആയുർവേദിക് നഴ്സിംഗ് ഹോം, കോട്ടമുറി റോഡ്, മാള. മഞ്ഞപ്പിത്തം, കരൾ രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് എന്നിവയ്ക്ക് പാരമ്പര്യ ആയുർവേദ ചികിത്സ അശ്വിനിയിൽ ലഭ്യമാണ്. വിട്ടുമാറാത്ത നടുവേദന, ഡിസ്ക് രോഗങ്ങൾ, വാതരോഗങ്ങൾ, തോൾമുട്ട് വേദന, ചിക്കുൻ ഗുനിയ എന്നിവയ്ക്ക് വിദഗ്ധ ആയുർവേദ ചികിത്സ. അമിതവണ്ണം, ത്വക്ക് രോഗങ്ങൾ, മുടികൊഴിച്ചിൽ, കുട്ടികളുടെ രോഗങ്ങൾ എന്നിവയ്ക്കും വിദഗ്ധ ചികിത്സ. അതിപുരാതന ആയുർവേദ രോഗനിർണയ രീതിയായ നാഡി പരീക്ഷയിലൂടെ ആധുനിക രീതിയിലും രോഗനിർണയം നടത്തുന്നു. എല്ലാ രോഗങ്ങൾക്കുമുള്ള ശാശ്വത പരിഹാരം. ഡോക്ടർ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ രോഗി പരിശോധനയുമുള്ള ഇവിടെ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.